ജീവലതയുടെ ജീവിതകഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കഥയല്ല, ഇത് ജീവിതം തന്നെയാണ്. ജീവലതയുടെ ജീവിതം. നോക്കൂ, അതാണ് ശ്രീലങ്കയിലെ കടലോര ഗ്രാമമായ കൊക്കടിച്ചോള. അവിടെ ഉണങ്ങിയ മരത്തിന്റെ ചില്ലയിൽ ബാക്കിയായ ഒറ്റയില പോലെ ഒരു സ്ത്രീയെ കാണുന്നില്ല. അവളാണ് ജീവലത. അവൾ ജീവിതം പറഞ്ഞു തുടങ്ങി. വംശീയ കലാപത്തിന്റെ കനലുകളെറിയുന്ന, യുദ്ധവൈരത്തിന്റെ തീബോംബുകൾ വിഴുങ്ങുന്ന, ശൈശവ ദൈന്യതയുടെ ശവപ്പറമ്പുകൾ തീർക്കുന്ന വർത്തമാനകാല ലോകം ഒറ്റ വാക്കും മുറിഞ്ഞു പോകാതെ അവൾ പറയുന്നത് കേട്ടേ പറ്റും. ജീവലതയുടെ ജീവിതം. ജീവലത ജനിച്ചതും വളർന്നതും വടക്കൻ ശ്രീലങ്കയിലെ ജാഫ്നയിലായിരുന്നു. അവിടെ നെൽവയലും തണുവിൽ ചെങ്കല്ല് കൊണ്ട് കെട്ടിയ 2 നിലകളുള്ള മനോഹരമായിരുന്നു. വയലിലകൾ പുഞ്ചിരി നീട്ടിയ ശ്രീലങ്കൻ ഗ്രാമം. ഡോക്ടറാകാനായിരുന്നു അവൾക്ക് ആഗ്രഹം. അങ്ങനെയിരിക്കെ 1975 അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ശ്രീലങ്കയിൽ നടുക്കിയ സംഭവം നടന്നത്. അന്നായിരുന്നു ജാഫ്നയിൽ മേയറായിരുന്ന ദുരയ്യപ്പയെ തമിഴ് പുലിത്തലവൻ വേലപ്പിള്ള പ്രഭാകരൻ വെടിവെച്ചു കൊന്നത്. ആ സംഭവം ശ്രീലങ്കയുടെ ചരിത്രത്തെ മാത്രമല്ല, ജീവയുടെ സ്വപ്നങ്ങളെ കൂടിയായിരുന്നു കീഴ്മേൽ മറിച്ചത്. അതിനുശേഷം ശ്രീലങ്കൻ പട്ടാളം ജാഫ്നയിലെ ഗ്രാമങ്ങളിൽ തേർവാഴ്ച നടത്തി. സിംഹളന്റെ ചോരയ്ക്ക് മറുപടി കൊടുത്തേ പറ്റും. സമാധാനത്തോടെ ജീവിക്കരുത്. ജീവയുടെ അച്ഛന് 2 കാലുകളും സിംഹളരായ കലാപകാരികൾ അടിച്ചു തകർത്തു. ആ സാധു മനുഷ്യൻ വൈകാതെ മരിച്ചു. അതിൽ മനം നൊന്ന ജീവയുടെ ഏക സഹോദരൻ വീട് വിട്ടിറങ്ങി LTTയിൽ ചേർന്നു. 15 വയസ്സ് മാത്രം പ്രായമുള്ള ജീവയെ സിംഹളരായ കലാപകാരികൾ മാനഭംഗപ്പെടുത്തുമോ എന്ന ഭയത്താൽ ജീവയുടെ അമ്മ അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അമ്മ, എനിക്ക് കല്യാണമേ വേണ്ട, എനിക്ക് പഠിച്ച് പെരിയ ഡാക്ടറാകണം, അതുതാണ് എന്നോട് ആശ. എന്നാൽ അവൾക്ക് തന്നെക്കാൾ ഇരട്ടിപ്രായമുള്ള ഒരാളുടെ ഭാര്യയാകേണ്ടി വന്നു. ആ ബന്ധത്തിൽ 2 ആൺകുട്ടികളും ഒരു മകളും പറഞ്ഞു. മൂത്ത മകൻ വേൽമുരുകൻ 8 വയസ്സാകുമ്പോഴേക്കും ശ്രീലങ്കയിൽ സിംഹളരും തമിഴരും തമ്മിലുള്ള വംശീയ യുദ്ധം ആരംഭിച്ചു. ഒരു ദിവസം ഉണക്കമീൻ വിൽക്കാൻ വേണ്ടി ചന്തയിൽ പോയ ജീവയുടെ അമ്മയെ സിംഹളരായ കലാപകാരികൾ ചവിട്ടിക്കൊന്നു. പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോഴെപ്പോഴും ജീവയുടെ ഭർത്താവിനെയും കാണാതായി. അങ്ങനെ ജീവയും 3 മക്കളും ആ പഴയ വീട്ടിൽ തനിച്ചായി. 1987 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ജീവയ്ക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണെന്ന്. അന്ന് വൈകുന്നേരം ജീവയെതിരേറ്റത് മകളുടെ ദയനീയമായ നിലവിളിയാണ്. പിന്നീട് ഒരിക്കലും അവൾ വേൽമുരുകനെ കണ്ടിട്ടേയില്ല. ചെങ്കൽ ചുവരുകളിൽ ആ കുഞ്ഞു വിരലുകൾ ചിത്രം വരച്ചതുമില്ല. അതാ നിധി പോലെ സൂക്ഷിക്കുന്ന വേൽമുരുകന്റെ പഴയ ഫോട്ടോയിലേക്ക് ഇപ്പോൾ അവൾ ഉറ്റുനോക്കുകയാണ്. തിളങ്ങുന്ന കണ്ണുകളും വലിയ ചെവികളുമുള്ള ഓമനത്വമുള്ളൊരു കുട്ടി. ജാഫ്ന കത്തിയേറിയുന്നൊരു ദിവസം വേദനയോടെ അവൻ എന്നോട് ചോദിച്ചു,
ഒരാളുടെ മുഖം കിടക്കുമായിരുന്നാൽ എவ்வளவு നന്നായിരിക്കും. എന്തിനാ മോനെ அவங்க എല്ലാവരെയും பார்த்தாൽ ഒരേ മാതിരി നമ്മളെ ദുഃഖമായി കറുപ്പായി പോണത്. പ്രിയപ്പെട്ട മകനെ കൂടി നഷ്ടപ്പെട്ടതോടെ ജീവലതയ്ക്ക് ജീവിതം അടുത്തു. കിട്ടിയ വിലയ്ക്ക് വീടും സ്ഥലവും വിറ്റ് അവൾ മുക്കുവ ഗ്രാമമായ കൊക്കടിച്ചോലയിലെത്തി. അവിടുത്തെ പ്രശസ്തമായ ഇടമാണ് കല്ലടിപ്പാലം. രാത്രികാലത്ത് പാലത്തിനരികിൽ ചെന്നിരുന്നാൽ മത്സ്യങ്ങൾ പാട്ടുപാടുന്ന അപൂർവ സുന്ദരമായ അനുഭവം ഉണ്ടാകുമത്രേ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളാണ് മീനുകളായി പുനർജനിക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാരെ വിളിച്ച് കരയുകയാണത്രേ. ജീവ മകളെ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. മകൾക്കന്ന് 10 വയസ്സായിരുന്നു, മകന് 3 വയസ്സ്. ജീവയെ പോലെ പഠിക്കാൻ മിടുക്കിയായിരുന്നു അവൾ. മണിമേഖല അമ്മയുടെ ആഗ്രഹം പോലെ ഡോക്ടറാകാൻ വേണ്ടി അവൾ നന്നായി പഠിച്ചു. അങ്ങനെ ഇരിക്കെ രോഷാകുലരായ ശ്രീലങ്കൻ ആർമി ഗ്രാമമേഖലയിലേക്ക് ഇരച്ചു കഴിഞ്ഞു. കണ്ണിൽ കണ്ടവരെയും ഓടാൻ ശ്രമിച്ചവരെയും എല്ലാം വെട്ടിവെച്ചുകൊണ്ടു. മരണത്തിൻ മണമുള്ളവർ ദുരിതത്തിൽ കനമുള്ള വഴിനിരമ്പിൽ ഗന്ധകം മണക്കുന്ന തിരുനിരമ്പിൽ സങ്കടം തിന്നുന്ന പെൺകിടാങ്ങൾ, സങ്കടം തിന്നുന്ന പെൺകിടാങ്ങൾ. രാജീവ് ഗാന്ധിയും പ്രേമദാസയും കൊല്ലപ്പെട്ട കാലം. LTT ലോകം മുഴുവൻ വെറുക്കപ്പെട്ട സംഘടനയായി മാറി. ഇന്ത്യയിൽ വിട്ട് മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ ജീവ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ സാധനങ്ങളുമായി ബാട്ടിക്കളവുകയും വരാറുള്ള ജീവയുടെ പരിചയക്കാരനായ ഒരു തമിഴൻ ഡ്രൈവർ മണിമേഖലയെ തന്റെ ലോറിയിൽ കയറ്റി മാന്നാറിലെത്തിക്കാമെന്ന് സമ്മതിച്ചു. 4 കണ്ണുകൾ വേണ്ടതിന്റെ വേലയാണമ്മ ഇത്. മണിമേഖല എനിക്ക് മകൾ തന്നെ. ഞാൻ അവളെ പരന്തുക്കും കുളനരുക്കും കൊടുക്കാമേ. അമ്മ കവലപ്പെടാതല്ലോ. അമ്മ ഞാൻ പോയത് അമ്മക്ക് സങ്കടം இருக்கா? അമ്മ കവലപ്പെട വേണ്ട. ഞാൻ പഠിച്ച് പെരിയ ഡാക്ടറായി ഇங்கே ഒരു നാൾ വരുവേ. അവർ മകളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. മകളെ കയറ്റിവിട്ട ലോറി നിരത്തിലൂടെ അപ്രത്യക്ഷമാകുന്ന നേരം നോക്കി നിന്ന ശേഷം സമാധാനത്തോടെ കടൽക്കരയിൽ ചെന്നിരുന്നു. അവളുടെ അടിവയർ വേദനിച്ചു. ഒരിക്കൽ കൂടി മകൾക്ക് മുല കൊടുക്കണം എന്ന് അതിയായി ആഗ്രഹിച്ചു. മന്നാറിലെത്തിയെന്ന സന്തോഷ വാർത്തയുമായി ആ ഒരു ഫോൺ വിളി മാത്രം വന്നില്ല. 3 ദിവസം ജീവ കാത്തിരുന്നു. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഒരു കാര്യമുണ്ടായില്ല. 3-ാം ദിവസം വൈകുന്നേരം ആ വാർത്തയും എത്തി. മന്നാറിലേക്ക് പോകുന്ന ഹൈവേയുടെ അരികിൽ കുറ്റിക്കാടിനുള്ളിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് ആന്തരാവയവങ്ങൾ മുഴുവൻ തകർന്ന നിലയിൽ ഒരു കുഞ്ഞു ശരീരം. അത് മണിമേഖലയുടേതായിരുന്നു. തൊട്ടടുത്ത തമിഴൻ ഡ്രൈവറും വെടിയേറ്റ് മരിച്ചു കിടന്നിരുന്നു.
തിരിച്ചു വരികയായിരുന്ന ഇളങ്കോയെ പുലികൾ അവരുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. ജീവവൃക്ഷത്തിൽ നിന്ന് ഓടിപ്പോയി. 2009 മെയ് 18. അന്നത്തെ പത്രങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യവുമായാണ് പുറത്തിറങ്ങിയത്. കണ്ണുകൾ തുറന്ന നിലയിൽ വെടിയേറ്റ് വീണ് കിടക്കുന്ന വേലപ്പിള്ള പ്രഭാകരന്റെ ചിത്രം. താൻ സ്വപ്നം കണ്ട തമിഴിലും കാണാതെ മരിച്ചു തീർന്നു. അയാൾ ചരിത്രത്തിൽ എന്തായിരുന്നു അവശേഷിച്ചത്? യുദ്ധത്തിന്റെ മുറിവുകൾ, അതിൽ നിന്നും വാർന്നൊഴുകിയ ചോരയും പഴുപ്പും, അതിനേക്കാൾ വെങ്ങുന്ന ഓർമ്മകളും. അമ്മാ, കാൽ പോണു നിലഞ്ഞൻ അനാഥാലയത്തിലിരിക്കാൻ ആരോ പറയുന്നത് കേട്ട് ജീവ ക്യാമ്പിൽ നിന്നും ഇറങ്ങി ഓടി. ഓരോ അഭയാർത്ഥി ക്യാമ്പിലും അവൾ കയറി ഇറങ്ങി. കാൽപോയ യുവാവ് തന്റെ മകനായിരിക്കുമോ? ഒടുവിൽ ഒരു കാൽ മുറിച്ചു മാറ്റിയ രീതിയിൽ അവൾ ആ ചെറുപ്പക്കാരനെ കണ്ടു. അതവനായിരുന്നു, അവളുടെ പ്രിയപ്പെട്ട ഇളങ്കോ. രാജ്പക്സയുടെ വേട്ട അപ്പോഴും അവസാനിച്ചിരുന്നില്ല. ഓരോ ക്യാമ്പിലും കയറിയിറങ്ങി നടക്കുകയായിരുന്നു. താൻ കുറഞ്ഞ കാലം LTTE ഭടനായിരുന്നെന്ന സത്യം തുറന്നു പറഞ്ഞ ഇളങ്കോയെ പുലികൾ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ നടത്തി. ഒടുവിൽ ഒരു സെപ്റ്റംബർ 2-ാം തീയതിയുടെ പ്രഭാതം ഏതോ അന്തേവാസിയുടെ ശബ്ദം. അമ്മാ, LTTE-ക്കാർ കണ്ടിപ്പാകെ ചേർത്ത പുലികളെ വിടുതൽ ചെയ്യാൻ തീരുമാനമായിട്ടത്. അതിലുൾപ്പെട്ടവരുടെ പേര് അതിൽ ഇളങ്കോയുടെ പേര് കണ്ടപ്പോൾ ജീവയുടെ ഹൃദയം തുടിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ജീവ മനസ്സ് തുറച്ചത് അന്നായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇളങ്കോ വീൽചെയറിൽ ക്യാമ്പിൽ അമ്മയും മകനും സന്തോഷത്തോടെ കൊട്ടിരിച്ചുവലിലെ തങ്ങളുടെ ചെങ്കൽ വീട്ടിലേക്ക് മടങ്ങി. ജീവ തോറ്റുകൊടുക്കാതെ ഒരു സഹകരണ സംഘം തുടങ്ങി. നൂറുകളും സിംഹളരും തമിഴും അടങ്ങുന്ന 200ഓളം സ്ത്രീകളുടെ കൊണ്ടാണ്. ഇളങ്കോ ജോലിയിൽ കഴിഞ്ഞു. തമിഴ് പുലികൾ വേട്ടയാടി ഒരു സിംഹള യുവതിയെ വിവാഹം കഴിച്ചു. ജീവലത ജീവിതം പറഞ്ഞെഴുന്നേറ്റ് കല്ലടിപ്പാലത്തിനടുത്തേക്ക് നടന്നു. എത്ര കോടാലികൾ വെട്ടിമുറിച്ചിട്ടും വീണ്ടും വീണ്ടും കാലത്തിന്റെ മുറ്റത്ത് കരുത്തായി. പ്രിയരെ, കുക്കികളും മേത്തികളും പരസ്പരം കൊന്നൊടുക്കിയ മണിപ്പൂരിലെ ഗോത്രഗ്രാമങ്ങളിൽ, പലസ്തീനിൽ, ഗാസയിൽ, ജെറുസലേമിൽ, യുക്രൈനിൽ, റഷ്യയിൽ എത്രയെത്ര ജീവലതമാരുടെ കണ്ണുനീർ വീണിട്ടുണ്ടാവണം. എത്രയെത്ര മണിമേഖലമാരുടെ കുഞ്ഞു ശരീരങ്ങൾ ഉറുമ്പരിച്ചിട്ടുണ്ടാവണം. എത്രയെത്ര ഇളങ്കോവന്മാരുടെ കാലുകൾ മുറിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവണം. ഈ വംശീയ കലാപങ്ങൾക്ക് എന്നാണ് അവസാനം? കഥ കേട്ട ലോകത്തിന് മുകളിൽ കഥകൾ പൂക്കുന്ന കാലം വരും. വരൂ, നമുക്കൊന്നിച്ചു പാടാം. വാക്കുകൾ പൂക്കും വസന്തം വരും, നോക്കുകൾ നിശബ്ദമാകും, പാട്ടുകൾ പേരും സുഗന്ധം തരും, അന്ന് ബോംബുകൾ നിർവീര്യമാകും. വാക്കുകൾ പൂക്കും വസന്തം വരും, അന്ന് തോക്കുകൾ നിശബ്ദമാകും, പാട്ടുകൾ പേരും സുഗന്ധം തരും, അന്ന് ബോംബുകൾ നിർവീര്യമാകും, അന്ന് ബോംബുകൾ നിർവീര്യമാകും. നന്ദി, നമസ്കാരം.